എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളർ പേപ്പർ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ, ക്രിസ്മസ് ക്രാഫ്റ്റിന് മാത്രമല്ല എല്ലാ ക്രാഫ്റ്റ് ചെയ്യാനും നമുക്ക് കളർ പേപ്പർ ആവശ്യമാണ്. അപ്പോൾ കളർ പേപ്പർ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് സാധാരണ ഒരു നോട്ട്ബുക്കിലെ പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കളർ പേപ്പർ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 4 മെത്തേഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഏതാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നോട്ട്ബുക്കിലെ പേപ്പറാണ്. നിങ്ങളുടെ അടുത്ത് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പം ഇതിൽ ചെയ്താലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ട് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഷീറ്റ് ഇങ്ങനെ വേറൊരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു ഷീറ്റിൻ്റെ മുകളിൽ വെക്കുക. കാരണം ഇത് എന്താ പറയുക, നമ്മൾ പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ മൊത്തം പുറത്തേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം താഴെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒട്ടും യൂസ് ചെയ്യാതെ, അതായത് ഒരു ഡ്രോപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ ബ്രഷിൽ കുറച്ച് വെള്ളം, ബ്രഷ് കഴുകി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവില്ലേ, അത്രയും വെള്ളം മതി. എന്നിട്ട് അത് പെയിൻറ്റിൽ ഇട്ടിട്ട് നമുക്ക് അതായത് പോലെ ഈ പേപ്പർ ഫുൾ നമ്മൾ കളർ ചെയ്ത് എടുക്കണം. അപ്പം ഞാനിപ്പോൾ എടുത്തത് സാപ്പ് ഗ്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് കളർ വരുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ പേപ്പറാണോ ഉണ്ടാക്കേണ്ടത് ആ കളർ എടുക്കാം. എവിടെയും ലൈറ്റ് ആവാതെ എല്ലാ സ്ഥലത്തും ഒരേ കളറുള്ള രീതിയിൽ വേണം ചെയ്യാൻ. ഇനിയിപ്പം കുറച്ച് സ്ഥലങ്ങളിൽ ലൈറ്റ് ആയിപ്പോയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഇതൊന്നെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും റീടച്ച് ചെയ്യാം. ഇത് സോഫ്റ്റായിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും. ഞാനിപ്പം സ്പീഡ് കൂട്ടിയിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന പോലെ കാണുന്നത് കേട്ടോ. അപ്പം ഒരു സൈഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പം ഒരു സൈഡ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഉണങ്ങുന്നതിന് മുന്നേ തന്നെയാണ് 2 സൈഡും ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക, മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബ്രഷിൽ പെയിൻ്റ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ആ ബ്രഷിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കണം. അത് ആ പേപ്പറിൽ മൊത്തമായിട്ട് ആ വെള്ളവും പെയിൻറ്റും ഒക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി ഇത് നമ്മൾ ഉണങ്ങാൻ വെക്കണം. അപ്പം ഞാനിപ്പോൾ വെയിലത്താണ് വെക്കുന്നത്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വെയിലത്ത് വെക്കണം എന്നൊന്നുമില്ല. ഇനി സെക്കൻഡ് മെത്തേഡ് കാണിക്കാം. സെക്കൻഡ് മെത്തേഡിൽ ഞാൻ എടുക്കുന്നത് ഫുഡ് കളറാണ്. കേക്കൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിലും ഫുഡ് കളർ വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ കൊണ്ടും ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് വീട്ടിൽ യെല്ലോ കളറോ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പം ഫുഡ് കളർ, ഇത് ലിക്വിഡ് ഫുഡ് കളറാണ്. ഇനിയിപ്പോൾ ലിക്വിഡ് ഇല്ല, പൗഡർ ആണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കി എടുത്താൽ മതി. എൻ്റെ അടുത്ത് ലിക്വിഡ് തന്നെയാണ് ഉള്ളത്. ഇത് ഞാൻ ഏകദേശം ഒരു സ്പൂൺ 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ എടുത്തിട്ട് ഇതിങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ പേപ്പറും ഉണ്ടാവുക.
അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. സിമ്പിളാണ്, വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ റെഡും ഗ്രീനും ഒന്ന് വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങട്ടെ, കാരണം ഇതൊരു ലിക്വിഡ് ഫോം അല്ലേ, അപ്പോൾ പേപ്പർ പെട്ടെന്ന് കീറിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോൾ, സോഫ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് മെത്തേഡിൽ ഞാൻ എടുത്തിരിക്കുന്നത് സ്കെച്ച് പെന്നാണ്. അപ്പം സ്കെച്ച് പെന്ന് കുട്ടികളുടെ അടുത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്കെച്ച് പെൻ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈക്വലായിട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. കളർ ചെയ്ത് എടുക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം. ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ട് എങ്ങനെയാണ് ആ കളർ എടുക്കുന്നത് എന്നുള്ളത്. കുറച്ച് വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ കളർ എടുക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതുപോലെ ഐ കാർഡിലും കൊടുക്കാം. അപ്പം അതുപോലെയാണ് നമ്മൾ ഈ സ്കെച്ച് പെന്നിൻ്റെ എടുക്കേണ്ടത്. ഒന്നുകിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത് സ്കെച്ച് പെന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ മൊത്തമായിട്ട് ഈ പേപ്പറിൽ കവർ ചെയ്യുന്നത്, കളർ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പേപ്പറിൽ ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കുമ്പം എല്ലാ സ്ഥലത്തും വൈറ്റ് കാണാതെ എല്ലാ സ്ഥലത്തും അപ്ലൈ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടെ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അതായത് വൈറ്റ് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കുക, കളർ ചെയ്തെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് മെത്തേഡ്. അപ്പം ഒരു സൈഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡിൽ ഞാൻ നമ്മുടെ സ്വന്തം ഹീറോ, അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു മാർക്കറിനെ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ മാർക്കറാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് മാർക്കറാണ്, പെർമനൻറ്റ് മാർക്കറാണ്. അപ്പം ഇത് ഞാനൊരു ഷീറ്റിൽ ഇതുപോലെ ഇങ്ങനെ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് ഫുൾ പേപ്പർ ചെയ്യാനുള്ള ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ബ്ലാക്ക് ഫുൾ പേപ്പർ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇരുന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ക്ഷമയില്ല, അതുകൊണ്ട് ഞാനിത് ഇത്രയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് സൈഡിലും ചെയ്ത് കഴിയുമ്പം ഒരു ഗ്ലേസിങ്ങും ഉണ്ടാവും ഈ ഒരു ഷീറ്റിന്. സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്തതിനും ആ ഒരു ഗ്ലോസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് ഉണങ്ങാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ 4 ഐഡിയാസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ലാസ്റ്റ് 2 ഐഡിയാസാണ്. അത് പോരാതെ ഈ ഫുഡ് കളർ വെച്ചിട്ട് ചെയ്തതും എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അക്രിലിക് കളർ വെള്ളം ചേർത്തില്ല അല്ലെങ്കിൽ വേറെ കളർ ആണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കെച്ച് പെന്നിൻ്റെയും ഈ മാർക്കറിൻ്റെയും പേപ്പേഴ്സാണ്. കാരണം ഒരു ഒറിജിനാലിറ്റി അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേത് രണ്ടും വെള്ളത്തിൽ ചേരുന്നത് കൊണ്ട് അത് കുറച്ച് ഇങ്ങനെ പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ മാറുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും നമുക്ക് കളർ പേപ്പറൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേയുടെ കാര്യം പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസ് റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ഗിവ് അവേ ഉണ്ടാവുക. ഞാനൊരു ഡിസംബർ പകുതി വരെ ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഗിവ് അവേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 5 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഈ 5 ക്വസ്റ്റ്യൻസും ഈ വീഡിയോസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. വീഡിയോയിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിൻ്റെ ആൻസേഴ്സാണ് എനിക്ക് വേണ്ടുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കണം. പിന്നെ #ഒക്കെ കൊടുക്കണം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. നമുക്ക് ഗിവ് അവേ എന്തായാലും ചെയ്യാം. കാരണം ഞാൻ 200 വോട്ട്സ് ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വന്നതിൽ മെജോറിറ്റി ആൾക്കാരും
ഗിവ് അവേ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിവ് അവേ ചെയ്യാം. എല്ലാവരും വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഗിവ് അവേയുടെ പറ്റുവാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനോടും ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ പറയണം. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. നാളെ മുതൽ ക്രാഫ്റ്റ് സീരീസ് ആണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.